റോഡിലെ കുഴിയെക്കുറിച്ച് PWD മന്ത്രിയുടെ ഗംഭീര ഒരു മറുപടി വന്നിട്ടുണ്ട്. മഴക്കാലമാകുമ്പോൾ റോഡിൽ കുഴിയൊക്കെ കാണും, വെള്ളം കെട്ടിക്കിടക്കും, തലയും കുത്തിയൊക്കെ വീഴും. അതൊക്കെ സർവ്വസാധാരണമാണ്. അതിലൊന്നും വലിയ അത്ഭുതം വേണ്ടത്രേ. പിന്നെ എഗ്രിമെന്റ് സെലക്ഷൻ നോട്ടീസ് കൊടുത്തിട്ട് എഗ്രിമെന്റ് ഒക്കെ ആ സമയമുണ്ട്. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ നിങ്ങൾ അങ്ങനെ കാടടിച്ചാണ്ട് വെടിവെക്കരുത്. ഇതിന്റെ പാട്ട് നിങ്ങളിപ്പം ഞങ്ങൾ അവിടെയാണ്, നിങ്ങൾ ഇവിടെയാണ്. ഇപ്പൊ നിങ്ങളെ മാതിരിയല്ല, ഞങ്ങൾ കുറച്ചും കൂടിയൊക്കെ ഒന്ന് നിങ്ങളോട് വളരെ ഞാനൊക്കെ തന്നെ മാറി ഞങ്ങൾ കണ്ടില്ലേ. അപ്പൊ അതിനനുസരിച്ചൊക്കെ നമുക്ക് കാര്യങ്ങൾ പറയാം. കുഴി അത് നിങ്ങളെ പറയണ്ട, മഴക്കാലായ കുഴി റോട്ടിലുണ്ടാവും. കേരള അത് കേട്ടല്ലോ. ഇങ്ങനെ ഒരു പ്രതികരണം, അതായത് റോഡിൽ കുഴി ഉണ്ടാകും, നമുക്ക് പാച്ച് വർക്ക് വല്ലതൊക്കെ നടത്താം, അല്ലാതെ കുഴി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആരും ഇങ്ങോട്ട് വരണ്ട അത്രേ. ഇത്രയും കാലം PM മുഹമ്മദ് റിയാസ് എന്ന PWD മന്ത്രി റോഡിൽ കുഴി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊരു പരിഹാസമായിരുന്നു. ലീഗ് MLA മന്ത്രിയുമായിരുന്ന PA അബ്ദുറബ്ബ് വ്യാജ റോഡിലെ കുഴിയുടെ ഫോട്ടോ വരെ ഇട്ട് അദ്ദേഹത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപ പോസ്റ്റ് എഴുതിയ വ്യക്തിയാണ്. അങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്തിരുന്നവർ അധികാരത്തിലെത്തിയപ്പോൾ ഈ ജനങ്ങളുടെ മുഖത്ത് നോക്കി പറയുകയാണ്, റോഡിലെ കുഴിയൊക്കെ കാണും കേട്ടാ, അതൊന്നും വലിയ സംഭവമാക്കിയൊന്നും പറയണ്ട, റോഡാകുമ്പോൾ കുഴി ഉണ്ടാകും അത്രേ. ഇത്രയും കാലം ഇതൊന്നും പാടില്ലായിരുന്നു. ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വകുപ്പിനെ അല്ലെങ്കിൽ റോഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ വളരെ കാര്യക്ഷമമായി ഇടപെട്ട് അതിൽ വലിയ മാറ്റം വരുത്താൻ പരിശ്രമിച്ച ഒരു വ്യക്തിയെ എന്തോരം പരിഹാസങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ നടത്തി. എന്തായിരുന്നു കാര്യം? അയാൾ വൃത്തിക്കും വെടുപ്പിനും ഏൽപ്പിച്ച ജോലി ചെയ്യാൻ കഠിനമായി പരിശ്രമിച്ചു. ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്, കുഴിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കാണും, എല്ലായിടത്തും ഇനി കുഴി ഉണ്ടാവും, കുഴി ഉണ്ടാകുന്നതിൽ അത്ഭുതം വേണ്ട എന്ന തരത്തിൽ മറുപടി പറയുമ്പോൾ കേരളത്തിലെ ജനത തന്നെ ആലോചിച്ചു നോക്കൂ, വരും കാലങ്ങളിൽ കേരളത്തിന്റെ റോഡ് എന്ത് അവസ്ഥയിലാകാൻ പോകുന്നു. ഇത്രയും കാലം ആക്കിയെടുത്തതിനെയൊക്കെ തകർക്കാൻ പോകുന്നതല്ലേ ഈ സ്റ്റേറ്റ്മെന്റ് എന്നൊന്ന് കേട്ടെ. പിന്നെ എഗ്രിമെന്റ് സെലക്ഷൻ നോട്ടീസ് കൊടുത്തിട്ട് എഗ്രിമെന്റ് ഒക്കെ ആ സമയമുണ്ട്. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ നിങ്ങൾ അങ്ങനെ കാടടിച്ചാണ്ട് വെടിവെക്കരുത്. ഇതിന്റെ പാട്ട് നിങ്ങളിപ്പം ഞങ്ങൾ അവിടെയാണ്, നിങ്ങൾ ഇവിടെയാണ്. ഇപ്പൊ നിങ്ങളെ മാതിരിയല്ല, ഞങ്ങൾ കുറച്ചും കൂടിയൊക്കെ ഒന്ന് നിങ്ങളോട് വളരെ ഞാനൊക്കെ തന്നെ മാറി ഞങ്ങൾ കണ്ടില്ലേ. അപ്പൊ അതിനനുസരിച്ചൊക്കെ നമുക്ക് കാര്യങ്ങൾ പറയാം. കുഴി അത് നിങ്ങളെ പറയണ്ട, മഴക്കാലായ കുഴി റോട്ടിലുണ്ടാവും. കേരള അത്. അപ്പോ വിസ്മയങ്ങൾ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വരും. അനുഭവിക്കുക എന്നത് മാത്രമാണ് കേരള ജനതയുടെ ഉത്തരവാദിത്തം. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. PK ബഷീർ എന്ന വ്യക്തിയെ കുറിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. മന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തിനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എന്താണ് വരും കാലങ്ങളിൽ പ്രവർത്തിച്ച് കാണിക്കാൻ പോകുന്നു എന്നതിനെ സംബന്ധിച്ച് നമുക്ക് കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യാം. പക്ഷെ അതിനു മുന്നോടിയായിട്ട് റോഡിൽ കുഴി കാണും, സ്വാഭാവികം, വേണമെങ്കിൽ പാച്ച് വർക്ക് നടത്താം എന്നൊക്കെ പറഞ്ഞ് ലാഘവത്തോടുകൂടി ഉത്തരവാദിത്തരഹിതമായ മറുപടി പറയുമ്പോൾ അത്തരം കുഴികളിൽ ഏതെങ്കിലും ഒരു ജീവൻ നഷ്ടപ്പെട്ടാൽ അത് മന്ത്രിക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന ചോദ്യം മാത്രമേ മുന്നോട്ട് വയ്ക്കാനുള്ളൂ. അത് മാത്രമാണ് തുടക്കക്കാരനെന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ അലക്ഷ്യമായുള്ള ഈ മറുപടിക്കുള്ള മറു ചോദ്യം.